പൊതുവിദ്യാഭ്യാസ വകുപ്പിനു വേണ്ടി കൈറ്റ് വിക്ടേഴ്സ് അവതരിപ്പിക്കുന്ന ഫസ്റ്റ് ബെൽ ഓഡിയോ ക്ലാസ്സിലേക്ക് സ്വാഗതം. 10ാം ക്ലാസ്സിലെ ഫസ്റ്റ് ബെൽ പരിപാടിയുടെ തുടർച്ചയായി പരീക്ഷയ്ക്കായുള്ള ഫോക്കസ് ഏരിയ കേന്ദ്രീകരിച്ചാണ് ഇത് തയ്യാറാക്കിയിരിക്കുന്നത്. ക്ലാസ് കേൾക്കുമ്പോൾ പാഠപുസ്തകം കൂടി മുന്നിലുണ്ടാകുന്നത് ഗുണകരമായിരിക്കും. नमस्ते प्यारे बच्चों, आप कैसे हैं? मैं बिंदु कला हूँ. विदुरा के सरकारी हाई स्कूल की हिंदी अध्यापिका हूँ. आप सब परीक्षा की तैयारी में होंगे. ഇന്ന് നമുക്ക് ഹിന്ദിയിൽ ഫോക്കസ് ഏരിയയിൽ വരുന്ന പാഠഭാഗങ്ങൾ പരിചയപ്പെടാം. നമ്മുടെ ഹിന്ദി പുസ്തകത്തിലെ 1ഉം 2ഉം യൂണിറ്റിലെ പാഠങ്ങളാണ് പരീക്ഷയ്ക്കായിട്ടുള്ള ഫോക്കസ് ഏരിയയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ആ പാഠങ്ങൾ നമുക്കൊന്ന് റിവൈസ് ചെയ്താലോ? ഒപ്പം തന്നെ ഈ പാഠങ്ങളിൽ നിന്നും പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളും അവയുടെ ചില മാതൃകകളും കൂടി പരിചയപ്പെടാം. 1ാം യൂണിറ്റിലെ 3 പാഠങ്ങൾ ആദ്യം പരിചയപ്പെട്ടാലോ? ഏതൊക്കെയാണ് ആ പാഠങ്ങൾ? ഒന്ന് ഓർത്തു പറഞ്ഞേ. പ്രഭാത് की कहानी बीर बहूटी, विनोद कुमार शुक्ल की हताशा से एक व्यक्ति बैठ गया था कविता पर नरेश सक्सेना की टिप्पणी, धर्मवीर भारती की कविता टूटा पहिया. बच्चों, पहले हम बीर बहूटी पाठ से गुजरे. बच्चों, आप जानते हैं बीर बहूटी अक्सर 2 में पाई जाती हैं. वर्षा के मौसम में ये प्रायः मिलती हैं. वे सुर्ख, मुलायम और गदबदी हैं. धरती में चलती भिरती खून की बूंदों जैसी दिखती हैं. है ना? കുഞ്ഞുങ്ങളെ, എന്താണ് ഈ ബീർ ബഹൂട്ടികളുടെ പ്രത്യേകത? ബീർ ബഹൂട്ടിയോं की विशेषताएं क्या क्या हैं? वे सुर्ख, मुलायम और गदबदी हैं. എന്താ സുർഖ് എന്ന് പറഞ്ഞാല്? സുർഖ് മാനെ ചുവന്ന, മുലായം മൃദുവായ, ഗദ്ബദി കോമൽ. बीर बहूटी कहानी के प्रमुख पात्र कौन कौन हैं? आप जानते हैं, बताइए. हाँ, साहिल और बेला. उन दोनों के बीच की गहरी मित्रता से आप परिचित हैं ना? कहानी का विषय भी यही मित्रता है. साहिल और बेला 5वीं कक्षा में पढ़ते थे. दोनों एक ही कक्षा में थे. दोनों बीर बहूटियों को बहुत पसंद करते थे. കുഞ്ഞുങ്ങളെ, പലപ്പോഴും ജോഡിയായി കാണുന്ന ബീർ ബഹൂട്ടികളെ പോലെ തന്നെ ഇരുവരും എപ്പോഴും ഒരുമിച്ചല്ലേ സ്കൂളിൽ പോകുന്നതും പഠിക്കുന്നതും കളിക്കുന്നതുമൊക്കെ. वर्षा का मौसम था. उन्हें स्कूल जाना था, लेकिन बीर बहूटियों को भी खोजना था. इसलिए घर से कुछ देर पहले ही वे निकल पड़े. അവർ 2 പേരും ചേർന്നിരുന്ന് ബീർ ബഹൂട്ടികളെ അന്വേഷിക്കുകയാണ്. साहिल और बेला नीचे बैठकर बीर बहूटियों को खोज रहे थे. तब स्कूल की पहली घंटी बजी. तब साहिल ने बताया कि उसे पेन में स्याही भी भरवानी है. इसलिए दोनों दुकान पहुंचे. കടയിൽ ചെന്നപ്പോഴോ മഷി ഉണ്ടായിരുന്നോ? ദുക്കാൻദാർ എന്താണ് പറഞ്ഞത്? ഒന്ന് ഓർത്തു പറയൂ. മഷി ഇപ്പോൾ തീർന്നതേയുള്ളൂ, നാളെയേ ഇനി മഷി കിട്ടുകയുള്ളൂ എന്ന്. സാഹിലാകട്ടെ പേനയിലുണ്ടായിരുന്ന മഷി തറയിൽ കുടഞ്ഞു കളയുകയും ചെയ്തു. ബേല ഇത് സൂചിപ്പിച്ചപ്പോൾ ദുക്കാൻദാർ എന്താണ് പറഞ്ഞത്? ബാദൽ കോ ദേഖ് കർ ഖഡേ കോ ഢുലാനാ നഹീ ചാഹിയേ. എന്താണ്? ബാദൽ കോ ദേഖ് കർ ഖഡേ കോ ഢുലാനാ നഹീ ചാഹിയേ. ആകാശത്ത് കാർമേഘം കാണുമ്പോൾ തന്നെ കുടം കമഴ്ത്തരുത് എന്ന്. ഇവിടെ നിന്നും ചോദിക്കാവുന്ന ഒരു ചോദ്യമായാലോ? ശ്രദ്ധിക്കൂ. ബാദൽ കോ ദേഖ് കർ ഖഡേ കോ ഢുലാനാ നഹീ ചാഹിയേ. ദുക്കാൻദാർ കെ കഹനെ കാ മത്ലബ് ക്യാ ഹൈ? ഇതിന്റെ ഉത്തരം എങ്ങനെ എഴുതാമെന്ന് നോക്കാം. ലളിതമായ ഭാഷയിൽ ആശയം വ്യക്തമാകുന്ന രീതിയിൽ വേണം ഉത്തരമെഴുതാൻ. സാഹിൽ എന്താണ് ചെയ്തത്? बची हुई स्याही को जमीन पर छिड़क दिया. दुकान से उसे स्याही मिली? नहीं. क्या उसे दूरदृष्टि है? बिल्कुल नहीं. दूरदृष्टि क्या है बच्चों?
दूरदृष्टि माने दीर्घवीक्षणम. क्या സാഹിൽ को दूरदृष्टि है? हाँ, बिल्कुल नहीं. കുഞ്ഞുങ്ങളെ, നമ്മൾ എപ്പോഴും ദീർഘവീക്ഷണത്തോടെയല്ലേ പെരുമാറേണ്ടത്? അപ്പോൾ ഉത്തരം ഇങ്ങനെ എഴുതാമല്ലോ. ശ്രദ്ധിക്കൂ. സാഹിൽ को पेन में नई स्याही भरवानी थी. दुकान पहुंचने पर वहां स्याही नहीं थी. बेला बोली कि साहिल ने बची हुई स्याही को जमीन पर छिड़क दिया. दुकानदार की राय में ये बुरी आदत है. किसी बात पर केवल अंदाजा लेकर काम करना ठीक नहीं है. हमें सोच समझकर काम करना चाहिए. ഇനി അടുത്ത ചോദ്യം നോക്കാം. പരീക്ഷയ്ക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയി ചോദിക്കുന്ന ഒന്നാണ് പട്കഥാ കാ ഏക് ദൃശ്യ തയ്യാർ കരേ. തിരക്കഥയുടെ ഒരു ദൃശ്യം തയ്യാറാക്കാൻ. ഈ സന്ദർഭവുമായി ബന്ധപ്പെട്ട് പട്കഥയുടെ ഒരു ദൃശ്യം മനോഹരമായി തയ്യാറാക്കാൻ കഴിയില്ലേ? പട്കഥ തയ്യാറാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? पटकथा में दो मुख्य अंश है, दृश्य और संवाद. दृश्य के अंदर क्या क्या आते हैं? दृश्य के अंदर स्थान, समय और पात्र आते हैं. और संवाद कैसा होना चाहिए? संवाद पात्रानुकूल भाषा में होना चाहिए, हाव भाव के साथ होना चाहिए. കുഞ്ഞുങ്ങളെ, ഈ പാഠത്തിൽ നിന്നും ഒന്നിലേറെ ദൃശ്യങ്ങൾ എഴുതുവാനുള്ള സന്ദർഭങ്ങളുണ്ട്. ഒരു മാതൃക തയ്യാറാക്കിയത് ശ്രദ്ധിക്കൂ. दृश्य 1, ग्रामीण इलाका. सड़क के किनारे का खेत. समय सवेरे लगभग 8 बजे. बरसात का मौसम. काले बादलों से भरा हुआ आकाश. स्कूल की ओर जाने वाले 2 बच्चे बेला और साहिल गीली जमीन पर नजदीक बैठे हैं. आयु लगभग 11-12 साल. वे बीरबहुटियों को खोज रहे हैं. इन्हीं संवाद. बेला खुशी से, साहिल इस बारिश में प्रकृति कितनी सुंदर है. साहिल हाँ, बहुत सुंदर है. बेला आश्चर्य से, देखो इस खेत में कई बीरबहुटियां हैं. साहिल ये तुम्हारे रिबन की तरह लाल है. बेला हाँ. तब स्कूल की घंटी बजने की आवाज. साहिल तुमने कुछ सुना बेला? बेला पहली घंटी लग गई है. साहिल जल्दी से, लेकिन मुझे पेन में स्याही भी भरवानी है. बेला तो जल्दी आओ. दोनों दुकान की ओर चलते हैं. ഇനി പാഠത്തിന്റെ അടുത്ത ഭാഗത്തിലേക്ക് കടക്കാം. बच्चों, स्कूल के गणित के मास्टर साहब कौन थे? हाँ, सुरेंद्र जी. बच्चे उनसे बहुत डरते थे. क्यों? बिल्कुल सही. जरा सी गलती के लिए वे बच्चों को झापट मारते थे, इधर उधर भेंग देते थे. സ്കൂളിലെ കണക്ക് മാഷ് സുരേന്ദർജിയെ എല്ലാ കുട്ടികൾക്കും ഭയമായിരുന്നു അല്ലേ? എന്താ കാരണം? ചെറിയ തെറ്റുകൾക്ക് പോലും കുട്ടികളെ അദ്ദേഹം ശിക്ഷിച്ചിരുന്നു. एक दिन गणित के पीरियड में मास्टर साहब कॉपी जांचने लगे. कॉपी जांचते समय मास्टर जी ने बेला के बालों में पंजा फंसाया. उसकी कोई गलती नहीं थी, उसने तो कॉपी लिखी थी. ഒരു ദിവസം സുരേന്ദർജി നോട്ട് പരിശോധിക്കവേ ബേലയുടെ മുടിയിൽ പിടികൂടി. വാസ്തവത്തിൽ അവൾ തെറ്റൊന്നും തന്നെ ചെയ്തിട്ടില്ലായിരുന്നു. वो भय से कांप रही थी. उसके भयभीत चेहरे को देखकर साहिल को बहुत बुरा लगा. कुछ समय के बाद मास्टर साहब ने कॉपी बेला के बैठने की जगह भेंगा. ബേല പേടിച്ചു വിറച്ചുപോയി. അവളുടെ ഭയന്ന മുഖം കണ്ട് സാഹിലിനും വിഷമമായി. സുരേന്ദർജി ബേലയുടെ നോട്ട്ബുക്ക് അവളുടെ സീറ്റിലേക്ക് വലിച്ചെറിഞ്ഞു. ബേലയുടെ മനസ്സ് വല്ലാതെ വിഷമിച്ചു. മാഷ് തന്നെ അടിച്ചാലും വേണ്ടില്ല, പക്ഷേ സാഹിലിന്റെ മുൻപിൽ വേണ്ടായിരുന്നു. കാരണം സാഹിലിന്റെ മനസ്സിൽ അവൾക്കെന്നും നല്ല കുട്ടിയുടെ സ്ഥാനമാണല്ലോ. മാസ്टर साहब मुझे पीट लेते मगर साहिल के सामने नहीं. बेला क्यों ऐसा सोचती है?
ഇവിടെ നിന്നും ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കാൻ സാധ്യതയുണ്ടല്ലോ. ഉത്തരം എഴുതാൻ കഴിയുമല്ലോ. അടുത്ത ഭാഗത്തിലേക്ക് കടക്കാം. दीपावली की छुट्टियों के बाद जब बेला स्कूल आई तब उनके सर पर पट्टी बंधी थी. साहिल घबरा गया. उसके पूछने पर बेला ने बताया कि वो छत से गिर गई थी. ദീപാവലി അവധിക്ക് ശേഷം ബേല സ്കൂളിൽ വന്നപ്പോൾ അവളുടെ തലയിൽ മുറിവിന്റെ ഒരു കെട്ടുണ്ടായിരുന്നു. സാഹിലിന് അത് കണ്ട് വളരെ വിഷമമായി. വളരെ നാളുകൾക്ക് ശേഷം അവരെല്ലാവരും ചേർന്ന് ഗാന്ധി ചൗക്കിൽ കളിച്ചു. കുട്ടികൾ ഏറെ ആനന്ദിച്ച ദിവസമായിരുന്നു അത്. गांधी चौक में सभी बच्चों ने मिलकर लंगड़ी टांग खेले. वहां गांधी जी की एक मूर्ति थी. ऐसा लगा मानो बच्चों की हंसी खुशी देखकर गांधी जी की मूर्ति मुस्कुरा रही है. കൂട്ടുകാരെ, അന്ന് ക്ലാസ്സിലെ എല്ലാ കുട്ടികളും ചേർന്ന് ഗാന്ധി ചോക്കിൽ കളിച്ചു. അത് കണ്ടു നിൽക്കുന്ന ഗാന്ധി പ്രതിമയ്ക്ക് എന്നത്തേതിലും ഏറെ പുഞ്ചിരി ഉണ്ടായിരുന്നു എന്നാണ് നമ്മുടെ കഥാകൃത്ത് പറയുന്നത്. ഈ ഭാഗത്തു നിന്നും ഒരു ചോദ്യം ചോദിക്കാൻ സാധ്യതയില്ലേ? ചോദ്യം ഇങ്ങനെയാകാം: बच्चों को अपने चारों ओर खेलते देखकर गांधी जी की मूर्ति कुछ ऐसी दिखाई पड़ती जैसे और समय से कुछ अधिक मुस्कुरा रही है. इसका क्या मतलब है? उत्तरम एഴുതാൻ ശ്രമിച്ചാലോ? सोचिए बच्चों, गांधी चौक में सब बच्चे मिलकर खेल रहे थे. वे कैसे खेल रहे थे? हाँ, उत्साह और संतोष से, पूरी मस्ती से खेल रहे थे. बच्चों, हम जानते हैं कि गांधी जी को बच्चे बहुत पसंद थे. बच्चों की हंसी खुशी देखकर, खिलखिलाहट सुनकर, उनकी दोस्ती एवं प्यार को देखकर उनको भी खुशी आई होगी. अब आप इस प्रश्न का उत्तर लिख सकेंगे, है ना? आगे चले. अगले रविवार में साहिल टूटे स्टूल पर चढ़कर पेड़ की डाली पर झूम रहा था. स्टूल की कील से साहिल की पिंडली पर गहरी चोट हुई. ആ ഞായറാഴ്ച പൊട്ടിയ സ്റ്റൂളിൽ ചവിട്ടി നിന്നുകൊണ്ട് വേപ്പിൻ മരത്തിന്റെ കൊമ്പിൽ ആടാൻ ശ്രമിക്കവേ സ്റ്റൂളിന്റെ ആണി കൊണ്ട് സാഹിലിന്റെ കണങ്കാലിൽ 1 ഇഞ്ച് ആഴത്തിൽ മുറിവുണ്ടായി. അല്ലേ? മുറിവുണ്ടായപ്പോഴും രണ്ടുപേർക്കും അതുണ്ടായി എന്നതാണ് ഇവരുടെ പ്രത്യേകത. आगे क्या होता है? 5वीं कक्षा का रिजल्ट आ गया. दोनों छठी में आ गए. समस्या ये थी कि उनका स्कूल 5वीं तक ही था. 5ാം ക്ലാസ്സിലെ വാർഷിക പരീക്ഷയുടെ റിസൾട്ട് വന്നു. രണ്ടുപേരും 6ാം ക്ലാസ്സിലേക്ക് ജയിച്ചു. പക്ഷേ ആ സ്കൂൾ 5ാം തരം വരെ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, അല്ലേ? दोनों रिपोर्ट कार्ड लेकर आए. बेला के पूछने पर साहिल ने क्या बताया? हाँ, साहिल ने बताया वो अजमेर जाएगा. वहां हॉस्टल में अकेले रहेगा. രണ്ടുപേരും പരസ്പരം പ്രോഗ്രസ് കാർഡ് നോക്കവേ താൻ അജ്മീറിൽ പോകുകയാണെന്നും ഒറ്റയ്ക്ക് ഹോസ്റ്റലിൽ താമസിക്കുമെന്നും സാഹിൽ പറയുന്നു. സാഹിൽ के पूछने पर बेला ने क्या कहा? बेला राजकीय कन्या पाठशाला में पढ़ेगी. ബേല പെൺകുട്ടികളുടെ സ്കൂളിൽ പഠിക്കുമെന്ന് പറയുന്നു. दोनों आपस में रिपोर्ट कार्ड देख रहे थे. तब दोनों की आंखों से आंसू आ रहे थे. आगे की पढ़ाई के लिए साहिल और बेला को अलग अलग स्कूलों में जाना है. आज उनकी आखिरी मुलाकात थी. विदाई के समय दोनों की आंखों से आंसू आ रहे थे. അതവരുടെ അവസാന കൂടിക്കാഴ്ചയായിരുന്നു. രണ്ടുപേരും ഇനി വെവ്വേറെ സ്കൂളുകളിലാണ് പഠിക്കുക, അല്ലേ? യാത്ര പറഞ്ഞു പിരിയവേ രണ്ടുപേരുടെയും കണ്ണുകൾ നിറഞ്ഞു. കൂട്ടുകാരെ, ആ ദിവസം ബേലയും സാഹിലും ഡയറി എഴുതുവാനുള്ള സാധ്യതയില്ലേ? നമുക്ക് ബേലയുടെ ഡയറി ഒന്ന് തയ്യാറാക്കിയാലോ? എന്തൊക്കെയാവും ബേല തന്റെ ഡയറിയിൽ കുറിച്ചിട്ടുണ്ടാവുക? അതിനു മുമ്പായി ഡയറി എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഒന്ന് ഓർത്തു നോക്കിയാലോ? डायरी लिखते वक्त किन किन बातों पर ध्यान देना है? तारीख और दिन.
ആത്മനിഷ്ഠ ഏവം പ്രസംഗാനുകൂൽ ഭാഷ. സ്വാഭാവികത. ഈ 3 പോയിന്റുകൾക്ക് ഊന്നൽ കൊടുത്ത് തയ്യാറാക്കിയ ബേലയുടെ ഡയറിയുടെ ഒരു മാതൃക ശ്രദ്ധിച്ചു കേൾക്കൂ. बेला की डायरी. तारीख. आज कैसा दिन था. खुशी के साथ साथ दुख भी. 5वीं कक्षा का रिजल्ट आया. स्कूल में साहिल से मिला. हम दोनों छठी में आ गए, पर हम उदास हैं. अब हम दोनों को अलग अलग स्कूल जाना पड़ेगा. मैं राजकीय कन्या पाठशाला में और वो अजमेर में. साहिल भुलेरा से दूर हॉस्टल में रहेगा. उसके बिना मैं कैसे बिताऊं. रिपोर्ट कार्ड देखते समय आंखों में आंसू भर आए. साहिल की आंखें भी लाल हो गई थी. मन बहुत भारी है. क्या करूं. കുഞ്ഞുങ്ങളെ, ഇനി ബീർ ബഹൂട്ടി എന്ന പാഠത്തിൽ നിന്നും പരീക്ഷയ്ക്ക് വരുന്ന ചോദ്യത്തിന്റെ ഒരു മാതൃക കേട്ടാലോ. പാഠത്തിൽ നിന്നും ചോദ്യങ്ങൾക്ക് സാധ്യതയുള്ള ഒരു ഭാഗം ചോദ്യപേപ്പറിൽ തന്നിട്ടുണ്ടാവും. ഇനി ആ ഭാഗവുമായി ബന്ധപ്പെട്ട് പല ചോദ്യങ്ങളുണ്ടാവും. പാഠഭാഗം നന്നായി വായിച്ച് മനസ്സിലാക്കിയിട്ടുള്ള ഒരു കുട്ടിക്ക് ഇതിന്റെ ഉത്തരം എഴുതുവാൻ വളരെ എളുപ്പമാവും. ഒരു ഉദാഹരണം പരിശോധിച്ചാലോ. ചോദ്യം ഇങ്ങനെയാകാം. ബീർ ബഹൂട്ടി കഹാനി കാ യേ അംശ് പഠേ और प्रश्नों के उत्तर लिखे. പാഠഭാഗം ഇതാണ്. पेन में कुछ स्याही बची थी. उसे साहिल ने जमीन पर छिड़क दिया. नई स्याही भरवाने के लिए दोनों दुकान पर पहुंचे. एक पेन स्याही भर दो. साहिल से पहले ही बेला ने दुकान वाले से कहा. बेटा, स्याही की बोतल अभी अभी खाली हो गई है. अब तो कल ही मिल पाएगी. लेकिन इसने तो पेन में जो स्याही थी उसे भी जमीन पर छिड़क दिया. बेला बोली. बादल को देखकर खड़े को नहीं ढुलाना चाहिए. दुकान वाले भैया ने कहा. ഈ ഒരു ഭാഗം ബീർ ബഹൂട്ടി എന്ന പാഠത്തിൽ നമ്മൾ പഠിച്ചത് ഓർമ്മയുണ്ടല്ലോ. ഇനി ഈ ഭാഗത്തു നിന്നും എങ്ങനെയെല്ലാം ചോദ്യങ്ങൾ ചോദിക്കാം. കിസ്നെ പെൻ കെ സ്യാഹി ജമീൻ പർ ചിടക് ദി. കിസ്നെ പെൻ കെ സ്യാഹി ജമീൻ പർ ചിടക് ദി. ഉത്തരം അറിയാമല്ലോ. അതെ, സാഹിൽ. അടുത്ത ചോദ്യം എന്താകാം. ഉസേ മേ നിഹിത് സർവനാം കോൺസാ ഹെ. കൂട്ടുകാരെ, ഉസേ എന്നത് വഹ് പ്ലസ് കോ ആണല്ലോ. तो उसे में निहित सर्वनाम कौन सा है. हाँ, वह. बादल को देखकर खड़े को नहीं ढुलाना चाहिए. बादल को देखकर खड़े को नहीं ढुलाना चाहिए. दुकानदार भैया ने ऐसा क्यों कहा. ഈ ചോദ്യം നമ്മൾ നേരത്തെ ചർച്ച ചെയ്തതാണല്ലോ. അതുകൊണ്ട് തന്നെ ഇതിന്റെ ഉത്തരം നിങ്ങൾക്ക് തീർച്ചയായും എഴുതാനാകും. അടുത്ത ചോദ്യത്തിലേക്ക് കടന്നാലോ. कहानी के प्रस्तुत प्रसंग के आधार पर पटकथा का एक दृश्य लिखी. ഈ ചോദ്യവും നമ്മൾ നേരത്തെ പരിചയപ്പെട്ടതല്ലേ. ഇനി ചോദിക്കാവുന്ന ഒരു ചോദ്യം ആശയം മനസ്സിലാക്കി വാക്യഭാഗങ്ങൾ ചേർത്ത് എഴുതുവാനുള്ളതാണ്. പാഠഭാഗത്തിന്റെ ആശയം മനസ്സിലാക്കുന്ന കുട്ടിക്ക് ഇത് വളരെ എളുപ്പമാകും. ഒരു ഉദാഹരണം വായിക്കാം. ചോദ്യം ഇങ്ങനെയാണ്. ഉചിത് വാക്യാംശ് ചുനെ. ഉചിത് വാക്യാംശ് ചുനെ. വാക്യോം കി പൂർത്തി കരെ. എന്താണ്? ഉചിത് വാക്യാംശ് ചുനെ. വാക്യോം കി പൂർത്തി കരെ. ബ്രാക്കറ്റിൽ വാക്യാംശ് കൊടുത്തിട്ടുണ്ടായിരിക്കും. അതൊന്ന് വായിക്കാം. दुकान गए. कुछ स्याही बाकी थी कि स्याही की बोतल खाली है. जमीन पर छिड़क दी कि एक पेन स्याही भर दो. ഇനി പൂർത്തിയാക്കാനുള്ള വാക്യങ്ങളുടെ ടേബിൾ അല്ലെങ്കിൽ താലികയും കൊടുത്തിട്ടുണ്ടായിരിക്കും. ബ്രാക്കറ്റിൽ തന്നിട്ടുള്ള വാക്യാംശ് ഉപയോഗിച്ച് ടേബിളിലെ വാക്യങ്ങൾ പൂർത്തിയാക്കണം. വാക്യങ്ങൾ വായിക്കാം. साहिल की पेन में
साहिल ने पेन में बची स्याही, बेला और साहिल, बेला ने कहा, ദുക്കാൻദാർ ने कहा. ഉദാഹരണമായി ഒന്നാമത്തെ ചോദ്യം നോക്കൂ. സാഹിൽ की पेन में कुछ स्याही बाकी थी. ഇത് ബ്രാക്കറ്റിൽ നിന്നാണ് തെരഞ്ഞെടുത്തത്. രണ്ടാമത്തെ ചോദ്യം, സാഹിൽ ने पेन में बची स्याही जमीन पर छिटक दी. ഇങ്ങനെ ഉത്തരം കണ്ടെത്താൻ കഴിയുമല്ലോ. ഇനി നമുക്ക് അടുത്ത പാഠത്തിലേക്ക് കടക്കാം. അടുത്ത പാഠം ഏതാണ്? हताशा से एक व्यक्ति बैठ गया था. विनोद कुमार शुक्ल की कविता पर नरेश सक्सेना की टिप्पणी. कविता एक बार सुने. हताशा से एक व्यक्ति बैठ गया था, व्यक्ति को मैं नहीं जानता था. हताशा को जानता था, इसलिए मैं उस व्यक्ति के पास गया. मैंने हाथ बढ़ाया, मेरा हाथ पकड़कर वो खड़ा हुआ. मुझे वह नहीं जानता था, मेरे हाथ बढ़ाने को जानता था. हम दोनों साथ चले, दोनों में एक दूसरे को नहीं जानते थे, साथ चलने को जानते थे, साथ चलने को जानते थे. बच्चों, कवि ने किसको देखा था? हताशा या निराशा से बैठे हुए एक व्यक्ति को देखा था. ആ വ്യക്തിയെ കവിക്ക് മുമ്പ് പരിചയമുണ്ടായിരുന്നോ? ഇല്ല. देखिए, कवि के शब्दों में व्यक्ति को मैं नहीं जानता था. लेकिन कवि क्या जानते थे? कवि उस अपरिचित व्यक्ति की निराशा को जानते थे. വ്യക്തിയുടെ നിരാശ മനസ്സിലാക്കിയ കവി എന്താണ് ചെയ്തത്? कवि ने उसकी ओर हाथ बढ़ाया. ആ അപരിചിതനായ വ്യക്തി കവിയുടെ സഹായം സ്വീകരിച്ചോ? സ്വീകരിച്ചു അല്ലേ? कवि का हाथ पकड़कर वो खड़ा हो गया. फिर क्या हुआ? दोनों साथ चलने लगे. यहाँ कवि क्या कहना चाहते हैं? दो मनुष्यों के बीच में मनुष्यता का भाव होना जरूरी है. दूसरों के प्रति प्यार, मदद एवं समझने की भावना होनी चाहिए. कवि ने इस बात पर जोर देकर कविता की है. ये कविता जानना शब्द के रूढ़िगत अर्थ को पूरी तरह से बदल देती है. ജാന്ന എന്ന വാക്കിന്റെ പരമ്പരാഗത അർത്ഥത്തെ തീർത്തും മാറ്റി എഴുതുവാൻ ശ്രമിക്കുകയാണ് കവി ഇവിടെ. जानना शब्द का रूढ़िगत अर्थ क्या है? जानने का रूढ़िगत अर्थ व्यक्ति को उसके नाम, पते, उम्र, ओहदे से जानना है. ഒരു വ്യക്തിയെ അറിയുക എന്ന് പറഞ്ഞാൽ അവന്റെ പേരും വീടും വയസ്സും പദവിയും അറിയുക എന്നല്ലേ നമ്മൾ ധരിച്ചു വച്ചിരിക്കുന്നത്. എന്നാൽ കവിയായ വിനോദ് കുമാർ ശുക്ലയുടെ അഭിപ്രായത്തിൽ जानना എന്താണെന്നറിയാമോ? कवि की राय में जानना शब्द का अर्थ क्या है? कवि की राय में हमें व्यक्ति को उसकी हताशा, निराशा, असहायता और संकट से जानना है. क्या है बच्चों? हमें एक व्यक्ति को उसकी हताशा, निराशा, असहायता और संकट से जानना है.
ഒരു വ്യക്തിയുടെ നിരാശയും നിസ്സഹായ അവസ്ഥയും ദുഃഖവും ബുദ്ധിമുട്ടുകളും മനസ്സിലാക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ നമ്മൾ അവനെ അറിയുന്നത്. ശരിയല്ലേ? इस कविता से ऐसे प्रश्न पूछे जा सकते हैं. जानना शब्द का रूढ़िगत अर्थ क्या है? ജാന്ന എന്ന വാക്കിന്റെ പരമ്പരാഗതമായ അർത്ഥം എന്താണ്? जानना शब्द के लेखक की व्याख्या क्या है? क्या आप इससे सहमत है? ഇതുപോലെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരമെഴുതാനാവുമല്ലോ. പരീക്ഷയ്ക്ക് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസും ഉണ്ടാകും. ഇവിടെയും പാഠഭാഗം മനസ്സിലാക്കിയ കുട്ടിക്ക് ഉത്തരം കണ്ടെത്താൻ ഒരു പ്രയാസവും ഉണ്ടാവില്ല. ഒരു ഉദാഹരണം ശ്രദ്ധിച്ചാലോ. लेखक के विचार में जानना शब्द का मतलब क्या है? 4 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ടാവും. नाम से जानना, पते से जानना, हताशा से जानना, उम्र से जानना. ഇതിന്റെ ഉത്തരം പെട്ടെന്ന് തന്നെ എഴുതാൻ കഴിയില്ലേ? എന്താണ് ഉത്തരം? അതെ, ഹതാശ സെ ജാന്ന. ഇനി ചോദിക്കാവുന്ന മറ്റൊരു ചോദ്യം ശരിയായ വാക്യങ്ങൾ കണ്ടെത്തി എഴുതുവാനുള്ളതാണ്. സഹി വാക്യ ചുൻകർ ലിഖേ. ഇവിടെ 2 വാക്യങ്ങൾ തന്നിരിക്കും. അതിൽ ശരിയായ ആശയമുള്ള വാക്യം കണ്ടെത്തി എഴുതണം. 2 വാക്യങ്ങളും വായിക്കാം. മനുഷ്യോं के बीच मानवीय संवेदना होना जरूरी है. മനുഷ്യോं के बीच വ്യക്തിഗത ജാൻകാരിയാം ഹോന ജറൂരി ഹെ. ഇതിൽ ഏതാണ് ശരിയെന്ന് പറയാമോ? മനുഷ്യോं के बीच മാനവീയ സംവേദന ഹോന ജറൂരി ഹെ. ഇതുപോലെ ഒന്നിലേറെ ശരിയായ വാക്യങ്ങൾ ഉൾക്കൊള്ളുന്ന ചോദ്യങ്ങളും ഉണ്ടാകും. അടുത്ത പാഠത്തിലേക്ക് കടന്നാലോ. धर्मवीर भारती की कविता टूटा पहिया. बच्चों, टूटा पहिया धर्मवीर भारती की एक प्रतीकात्मक कविता है. महाभारत युद्ध के अभिमन्यु के प्रसंग को लेकर इसकी रचना हुई है. कविता जरा सुनिए. मैं रथ का टूटा हुआ पहिया हूँ, लेकिन मुझे भेको मत. क्या जाने कब इस दुरूह चक्रव्यूह में अक्षौहिणी सेनाओं को चुनौती देता हुआ कोई दुस्साहसी अभिमन्यु आकर घिर जाए. अपने पक्ष को असत्य जानते हुए भी बड़े बड़े महारथी अकेली निहत्थी आवाज को अपने ब्रह्मास्त्रों से कुचल देना चाहे. तब मैं रथ का टूटा हुआ पहिया उसके हाथों में ब्रह्मास्त्रों से लोहा ले सकता हूँ. मैं रथ का टूटा पहिया हूँ, लेकिन मुझे भेको मत. इतिहासों की सामूहिक गति सहसा छूटी पर जाने पर क्या जाने. सच्चाई टूटे हुए पहियों का आश्रय ले. सच्चाई टूटे हुए पहियों का आश्रय ले. മഹാഭാരതത്തിലെ അഭിമന്യുവിന്റെ കഥയുമായി ബന്ധപ്പെടുത്തിയാണ് ഈ കവിത രചിച്ചിരിക്കുന്നത്. अभिमन्यु महारथी अर्जुन और श्री कृष्ण की बहन सुभद्रा का बेटा था. अधर्मी योद्धाओं से रचे हुए चक्रव्यूह में उसने अकेले ही प्रवेश किया. कौरव सेना के महारथियों ने एक साथ मिलकर उस पर आक्रमण किया. उसके सारे आयुध नष्ट हो गए. तब उसने क्या किया? रथ का टूटा हुआ पहिया लेकर
ശത്രുओं का सामना किया. കുഞ്ഞുങ്ങളെ, നമ്മുടെ മഹാഭാരതത്തിലെ ഏറ്റവും അനശ്വര കഥാപാത്രങ്ങളിൽ ഒരാളാണ് അഭിമന്യു. പാണ്ഡവ ശ്രേഷ്ഠനായ അർജുനന്റെയും ശ്രീകൃഷ്ണ സഹോദരിയായ സുഭദ്രയുടെയും മകൻ. മഹാഭാരത യുദ്ധത്തിൽ പാണ്ഡവരെ പരാജയപ്പെടുത്തുവാൻ വളരെ തന്ത്രപരമായി കൗരവർ ചക്രവ്യൂഹം ചമക്കുകയുണ്ടായല്ലോ. അപ്പോൾ ചക്രവ്യൂഹം ഭേദിക്കാനായി അഭിമന്യു തയ്യാറാകുന്നു. മുതിർന്നവരുടെ എതിർപ്പിനെ വകവയ്ക്കാതെ അവൻ ചക്രവ്യൂഹത്തിനകത്ത് പ്രവേശിക്കുന്നു. പിന്നെ എന്താണ് സംഭവിച്ചത്? കൗരവസേനയിലെ മുതിർന്ന യോദ്ധാക്കൾ ഒരുമിച്ച് ആ ബാലനെ ആക്രമിച്ചു. തങ്ങൾ അധർമ്മമാണ് ചെയ്യുന്നത് എന്ന അറിവോടെയാണ് അവർ നിരായുധനായ അഭിമന്യുവിനെ ആക്രമിച്ചത്. അപ്പോൾ നിരായുധനായ അഭിമന്യു എങ്ങനെയാണ് തന്റെ ശത്രുക്കളെ നേരിട്ടത്? അതെ, തന്റെ തകർന്ന തേരിന്റെ പൊട്ടിയ ചക്രം ഉപയോഗിച്ചാണ് അഭിമന്യു തന്റെ അവസാന നിമിഷം വരെ ശത്രുക്കളെ നേരിട്ടത്. ഈ കഥയെ പ്രതീകാത്മകമായാണ് കവി ഇവിടെ വർണ്ണിച്ചിരിക്കുന്നത്. आज भी इस प्रकार की अधार्मिक घटनाएं हैं. कवि की राय में किसी भी व्यक्ति या वस्तु तुच्छ नहीं है. हर वस्तु का अपना अपना महत्व जरूर होता है. ഇനി കവിതയിലൂടെ ഒന്ന് കടന്നുപോകാം. കവിത में मैं कौन है? हाँ, टूटा हुआ पहिया. यहाँ टूटा पहिया क्या कहना चाहता है? यहाँ टूटा हुआ पहिया हमसे कुछ बताना चाहता है. यहाँ टूटा हुआ पहिया क्या कहना चाहता है? हाँ, मैं टूटा हुआ पहिया हूँ, लेकिन मुझे भेंगो मत. ഇവിടെ എന്തുകൊണ്ടായിരിക്കും തന്നെ പൊട്ടിയതാണ് എന്ന് കരുതി വലിച്ചെറിയരുത് എന്ന് ടൂട്ടാ पहिया പറയുന്നത്? അതെ, चक्रव्यूह में अभिमन्यु अकेला था. कौरव पक्ष के महारथियों ने उन पर आक्रमण किया. तब अभिमन्यु टूटे पहिए को लेकर युद्ध करने लगा. टूटे पहिए ने ही उनकी रक्षा की थी. इन महारथियों का पक्ष सत्य का था या असत्य का था? जरूर असत्य का. സമൂഹത്തിൽ ഇനിയും അധർമ്മവും അന്യായവും ഒക്കെ സംഭവിക്കാം. അപ്പോൾ അഭിമന്യുവിനെ പോലെ നീതിക്കുവേണ്ടി പോരാടുന്നവർക്ക് തുണയാകുവാൻ ഇവിടെ ടൂട്ടാ पहिया ആഗ്രഹിക്കുകയാണ്. तो आगे भी टूटा पहिया क्या चाहता है? टूटा पहिया सत्य की रक्षा के लिए सत्य के पक्ष में खड़े रहना चाहता है, अधर्म से युद्ध करना चाहता है. बच्चों, बताइए, यहाँ क्या महाभारत की कथा बताना कवि का उद्देश्य है? नहीं, बिल्कुल नहीं. यह പ്രതീകാത്മക കവിത है. ഇവിടെ കവിതയിലെ പ്രതീകങ്ങളും അവയുടെ അർത്ഥങ്ങളും ഒന്ന് പരിശോധിച്ചാലോ? महारथी किसका प्रतिनिधित्व करता है? महारथी अधर्मी और शोषक का प्रतिनिधित्व करता है. चक्रव्यूह तो समस्याओं का प्रतिनिधि है. ब्रह्मास्त्र अधर्मियों की महाशक्ति का प्रतिनिधि है. अभिमन्यु अधर्म का विरोधी का प्रतिनिधि है. टूटा पहिया लघु मानव यानी साधारण मानव और मानव मूल्यों का प्रतिनिधि है. अब कविता की पंक्तियों का आशय लिखे. आशय लिखते वक्त किन किन बातों पर ध्यान देना चाहिए? देखिए, पहले कवि और कविता का संक्षिप्त परिचय, उसके बाद पंक्तियों का आशय, उपसंहार में अपना दृष्टिकोण जरूर लिखिए. अब ये प्रश्न देखें. टूटा पहिया कविता की ये पंक्तियां पढ़ें और नीचे दिए प्रश्नों के उत्तर लिखें. पंक्तियां जरा सुने. तब मैं रथ का टूटा हुआ पहिया उसके हाथों में ब्रह्मास्त्रों से लोहा ले सकता हूँ. टूटा हुआ पहिया किसका प्रतीक हो सकता है? ऑप्शंस തന്നിരിക്കും, വായിക്കാം. अधिकार का, शासक का,
लघु मानव का अन्याय का। बताइए, टूटा हुआ पहिया किसका प्रतीक हो सकता है? ശരിയായ ഉത്തരം അറിയാമല്ലോ, ലഘുമാനव का। अब दूसरा प्रश्न सुने। लोहा लेना, इसका मतलब क्या है? लोहा लेना, सामना करना। लोहा लेने का मतलब क्या है? सामना करना। और अब कवि और कविता का परिचय देते हुए पंक्तियों का आशय लिखे। कवि और कविता का परिचय देते हुए पंक्तियों का ആശയ ലിഖേ। നേരത്തെ പറഞ്ഞ പോയിന്റ്സ് ശ്രദ്ധിച്ചുകൊണ്ട് നമുക്ക് ഈ വരികളുടെ ആശയം എഴുതിയാലോ? सुनिए। श्री धर्मवीर भारती हिंदी के महान कवि हैं। टूटा पहिया उनकी एक प्रतीकात्मक कविता है। कवि कहते हैं, जब कोई अन्याय के विरुद्ध लड़ेगा तब उसे कुचलने के लिए और कोई ब्रह्मास्त्र लेकर आएगा। तब टूटा पहिया अन्याय के विरुद्ध लड़ने वाले के हाथों में रहकर ब्रह्मास्त्रों का सामना करेगा। तब टूटा पहिया अन्याय के विरुद्ध लड़ने वाले के हाथों में रहकर ब्रह्मास्त्रों का सामना करेगा। अर्थात अन्याय के विरुद्ध लड़ने वाले की सहायता के लिए हमेशा कोई लघु मानव आगे आता है। यहाँ टूटा पहिया लघु मानव या उपेक्षित मानव का प्रतीक है। इस दुनिया में कोई भी वस्तु या व्यक्ति बेकार नहीं है। इस महान संदेश पाठकों को देना कवि का उद्देश्य है। ഈ കവിതയിലെ ഏതു ഭാഗത്തു നിന്നും ആശയം എഴുതുവാൻ ചോദിക്കാവുന്നതാണ്. മേൽപ്പറഞ്ഞ പോയിന്റ്സുകൾ ശ്രദ്ധിച്ചുകൊണ്ട് കവിതയിലെ വരികളുടെ ആശയം എഴുതാൻ തീർച്ചയായും ശ്രമിക്കണം. അതുകൊണ്ട് തന്നെ കവിത നന്നായി മനസ്സിലാക്കി വായിച്ചു പോകാൻ ശ്രദ്ധിക്കേണ്ടതുണ്ട്. കവിതയിലെ ചില വരികളുടെ ആശയം തന്നിട്ട് അതേ ആശയം വരുന്ന വരികൾ കണ്ടെത്തുവാനുള്ള ചോദ്യങ്ങളും ഉണ്ടാകും. കൂട്ടുകാരെ, 1ാം യൂണിറ്റ് ഇവിടെ പൂർത്തിയാവുകയാണ്. അടുത്തതായി നമുക്ക് 2ാം യൂണിറ്റിലേക്ക് കടന്നാലോ? ഇപ്പോൾ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കൈറ്റ് വിക്ടേഴ്സ് തയ്യാറാക്കിയ ഫസ്റ്റ് ബെൽ ഫോക്കസ് ഏരിയയെ അധികരിച്ചുള്ള ഓഡിയോ ക്ലാസ്. കുഞ്ഞുങ്ങളെ, 2ാം യൂണിറ്റിൽ പ്രധാനമായും 2 പാഠങ്ങളാണ് പഠിക്കുവാനുള്ളത്. ആദ്യത്തേത് മിഹിർ പാണ്ഡെ കാ ഫിल्मी लेख आयाम कलाम के बहाने। दूसरा गीत चतुर्वेदी द्वारा रचित चार्ली चैपलिन की जीवनी सबसे बड़ा शोमैन। ആദ്യം നമുക്ക് മിഹിർ പാണ്ഡെയുടെ आयाम कलाम के बहाने എന്ന സിനിമാ ലേഖനം പരിചയപ്പെടാം. हिंदी के मशहूर लेखक मिहिर पांडे का फिल्मी लेख है आयाम कलाम के बहाने। ये लेख आयाम कलाम फिल्म पर आधारित है. കുഞ്ഞുങ്ങളെ, നമ്മുടെ ലേഖകനായ മിഹിർ പാണ്ഡെ ആയാം കലാം എന്ന സിനിമ കാണുകയുണ്ടായി. അതിലെ 2 കഥാപാത്രങ്ങൾ അദ്ദേഹത്തെ വല്ലാതെ ആകർഷിച്ചു. സ്കൂളിൽ പോകാൻ പോലും കഴിയാതെ ചായപ്പീടികയിൽ ജോലി ചെയ്യേണ്ടി വരുന്ന കലാം എന്നറിയപ്പെടുന്ന ചോട്ടുവും ധനികനായ റാണയുടെ മകനായ റെൻ വിജയുമാണ് ആ 2 കഥാപാത്രങ്ങൾ. ഇവർ തമ്മിലുള്ള അഗാധമായ സുഹൃദ്ബന്ധം അദ്ദേഹത്തെ സ്വന്തം കുട്ടിക്കാലത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോവുകയാണ്. മിഹിർ കെ ബച്പൻ കാ ദോസ്ത് ഥാ മോർപാൽ. മിഹിറിന്റെ ബാല്യകാല സുഹൃത്തായിരുന്നു മോർപാൽ. മോർപാൽ ഗരീബ് ബച്ചാ ഥാ. സ്കൂളിൽ ബെഞ്ചും ഡെസ്കും എത്തിയിട്ടില്ലാത്ത കാലം. 2 പേരും നിലത്ത് അടുത്തടുത്താണ് ഇരുന്നിരുന്നത്. बचपन में मिहिर यूनिफॉर्म पहनना पसंद नहीं करता था क्योंकि उसके पास बेहतर कपड़े बहुत थे. लेकिन मोरपाल के पास सिर्फ एक नीली खाकी यूनिफॉर्म थी, इसलिए किसी शादी में भी वो यूनिफॉर्म ही पहनता था. കൂട്ടുകാരെ, മിഹിർ യൂണിഫോം ധരിക്കാൻ ഇഷ്ടപ്പെട്ടിരുന്നില്ല. കാരണം എന്തായിരുന്നു? യൂണിഫോമിനേക്കാൾ മികച്ച അനേകം ഡ്രസ്സുകൾ അവന് ധാരാളമായിട്ടുണ്ടായിരുന്നു. എന്നാൽ മോർപാൽ കല്യാണങ്ങൾക്ക് പോലും യൂണിഫോമാണ് ധരിച്ചിരുന്നത്.
മിഹിറിന്റെ ഭക്ഷണപാത്രത്തിലാണ് മോർപാൽ ആദ്യമായി രാജ്മ കാണുന്നത്. ഉൻ ദോനോ മേ സോദാ ഥാ, ഖേൽ ഖണ്ഡി മേ ഖാനെ കി അദ്ല ബദലി കാ. ഉൻകി अदला बदली क्या थी? राजमा चावल और छाछ. मिहिर के राजमा चावल मोरपाल के और मोरपाल की छाछ मिहिर की. മിഹിറിന്റെ രാജ്മാ ചാവൽ മോർപാലും മോർപാലിന്റെ മോര് മിഹിറും കഴിക്കുമായിരുന്നു. പിന്നെയോ മിഹിർ സ്കൂൾ जाने में रोया करता था. छुट्टी मिलने पर वो बहुत खुश होता था. स्कूल में बिताया समय उसके लिए बचपन के सबसे बुरा समय था. स्कूल यूनिफॉर्म उसके लिए बोझ थी, लेकिन मोरपाल के लिए छुट्टी के दिन सबसे बुरे दिन थे. स्कूल में बिताया समय उसके लिए बचपन का सबसे अच्छा समय था. अच्छे कपड़े के रूप में उसे स्कूल യൂണിഫോം ही थी. കൂട്ടുകാരെ, മിഹിറിന് സ്കൂളിൽ പോകാൻ ഒട്ടും തന്നെ ഇഷ്ടമായിരുന്നില്ല. സ്കൂളിൽ അവധി എന്ന് കേൾക്കുമ്പോൾ തന്നെ അവൻ തുള്ളിച്ചാടുമായിരുന്നു. എന്നാൽ മോർപാലിന് ഏറ്റവും മോശമായ ദിനങ്ങൾ സ്കൂളിലെ അവധി ദിവസങ്ങൾ തന്നെയായിരുന്നു. എന്തായിരിക്കും കാരണം? खेत मजूरी और कमरतोड़ मेहनत के बाद जब वो स्कूल आता था तभी वो बच्चा बन जाता था. പാടത്തും മറ്റും എല്ലുമുറിയെ പണിയെടുക്കേണ്ടി വന്ന മോർപാലിന് സ്കൂളിൽ എത്തുമ്പോൾ മാത്രമാണ് കുട്ടി എന്ന പരിഗണന ലഭിച്ചിരുന്നത്. ഇവിടെ നമുക്ക് ഒരു ടിപ്പണി തയ്യാറാക്കാൻ കഴിയില്ലേ? മിഹിർ और മോർപാൽ के जीवन पर एक टिप्पणी तैयार करे. മേൽപ്പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് തയ്യാറാക്കിയ ഒരു ടിപ്പണി കേട്ടു നോക്കൂ. मिहिर और मोरपाल बचपन के दोस्त थे. क्लास में दोनों पास पास बैठते थे. बचपन में मिहिर यूनिफॉर्म पहनना पसंद नहीं करता था. उसके पास अच्छे कपड़े बहुत थे, लेकिन मोरपाल के लिए सिर्फ स्कूल यूनिफॉर्म ही थी. खेल खंडी में वे खाने की अदला बदली करते थे. मिहिर के राजमा चावल मोरपाल के और मोरपाल की छाछ मिहिर की. छुट्टी मिलने पर मिहिर बहुत खुश होता था, लेकिन मोरपाल के लिए छुट्टी के दिन सबसे बुरे दिन थे. स्कूल में बिताया समय उसके लिए बचपन का सबसे अच्छा समय था. ഇനി നമുക്ക് അയാം കലാം സിനിമയിലേക്ക് തിരിച്ചു വന്നാലോ? फिल्म का नायक छोटू भाटीसा की चाय की दुकान में काम करता है. उसका सपना क्या था? स्कूल जाकर पढ़ना और राष्ट्रपति कलाम जैसा बनना उसका सपना था. छोटू का सपना क्या था? हाँ, स्कूल जाकर पढ़ना और राष्ट्रपति कलाम जैसा बनना. സിനിമയിൽ നായകനായ ചോട്ടു രാജസ്ഥാനിലെ ഒരു ഗ്രാമത്തിലെ ചായക്കടയിൽ ജോലി ചെയ്യുകയാണ്. അവന്റെ ഏറ്റവും വലിയ സ്വപ്നം സ്കൂളിൽ പോയി പഠിച്ച് രാഷ്ട്രപതിയായ കലാമിനെ പോലെ ആവുക എന്നതാണ്. കൂട്ടുകാരെ, ചോട്ടു സീഖ്നെ में कैसे हैं? छोटू सीखने में तेज है. विदेशियों के दिल चट से जीत लेता है, विशेषकर लूसी मैडम का. लूसी मैडम उसे दिल्ली ले जाने का वादा भी करती है. इसके बीच में धनिक राणा के बेटे रणविजय से उसकी दोस्ती होती है. അധികം ആരും അറിയാതെ രണവിജയും ചോട്ടുവും തമ്മിലുള്ള ആത്മബന്ധം വളരുകയായിരുന്നു. ഒരു ദിവസം രണവിജയന് തന്റെ സ്കൂളിൽ ഹിന്ദി പ്രസംഗ മത്സരത്തിന് തയ്യാറാവേണ്ടിയിരുന്നു. അവന്റെ ഹിന്ദി അത്ര നല്ലതല്ലായിരുന്നു. പിന്നെ എന്താ സംഭവിച്ചത്? ചോട്ടു अपने दोस्त के लिए एक अच्छा सा भाषण लिखकर देता है. रणविजय को प्रथम पुरस्कार भी मिलता है. കൂട്ടുകാരെ, ഇവിടെ ഒരു ബാത്ത് ചീത്ത് അഥവാ വാർത്താലാപിനുള്ള സാധ്യതയില്ലേ? ചോദ്യം ഇങ്ങനെയാകാം. रणविजय परेशान है. कल स्कूल में उसे भाषण प्रतियोगिता में भाग लेना है.
इस प्रसंग को लेकर कलाम और रणविजय के बीच की बातचीत तैयार करें. കൂട്ടുകാരെ, ബാത്ചീത്ത് അഥവാ വാർത്താലാപ് തയ്യാറാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? സ്വാഭാവികത, सरल एवं प्रसंगानुकूल, क्रमबद्धता और ആശയ സ്പഷ്ടത. ഈ പോയിന്റ്സുകൾ ഓർത്തു വെച്ചുകൊണ്ട് ഈ ഒരു ചോദ്യത്തിന് ഉത്തരമെഴുതിയാലോ? रणविजय परेशान है. कल स्कूल में उसे भाषण प्रतियोगिता में भाग लेना है. इस प्रसंग को लेकर कलाम और रणविजय के बीच की बातचीत तैयार करें. उत्तरम ഒന്ന് കേട്ടോളൂ. रणविजय: कलाम, मैं बहुत परेशान हूँ. कलाम: क्यों, क्या बात है? रणविजय: कल स्कूल में भाषण प्रतियोगिता है. इससे क्या, घबराओ मत. रणविजय: तुझे मालूम है ना, मेरी हिंदी तो उतनी अच्छी नहीं. कलाम: क्या मैं एक अच्छा सा भाषण तैयार कर दूं? रणविजय: सच में? कलाम: सच. कल सवेरे भाषण तुम्हारे हाथ में. रणविजय: पक्का वादा? कलाम: पक्का. रणविजय: बहुत बहुत शुक्रिया कलाम. കൂട്ടുകാരെ, ഈ ഒരു ഉത്തരം മാതൃകയായി സ്വീകരിച്ചുകൊണ്ട് ഈ പാഠത്തിൽ നിന്നും 2-3 വാർത്താലാപുകൾ അല്ലെങ്കിൽ ബാത്ചീത്ത് നിങ്ങൾ തീർച്ചയായും തയ്യാറാക്കണം കേട്ടോ. ആകെ ചലേ. പിന്നെ എന്താ സംഭവിച്ചത്? നമ്മുടെ ചോട്ടു രാത്രിയിൽ ഉറക്കം കളഞ്ഞ് തന്റെ സുഹൃത്തിനു വേണ്ടി മനോഹരമായ ഒരു പ്രസംഗം തയ്യാറാക്കുന്നു. ആ പ്രസംഗത്തിന് रणविजयന് 1ാം സ്ഥാനം ലഭിക്കുന്നു. इसके बीच क्या होता है बच्चों, याद करके बताइए. कलाम के कमरे में राणा के सेवक तलाशी करते हैं. वहां रणविजय की चीजों को पाते हैं. वे कलाम पर चोरी का आरोप लगाते हैं. റാണയുടെ സേവകർ കലാമിന്റെ മുറി പരിശോധിക്കുന്നു. അവിടെ നിന്നും रणविजयന്റെ സാധനങ്ങൾ ലഭിക്കുന്നു. കലാമിൽ മോഷണക്കുറ്റം ആരോപിക്കപ്പെടുന്നു. रणविजയുമായുള്ള മിത്രത വെളിപ്പെടുത്തിയാൽ തന്റെ കൂട്ടുകാരൻ ശിക്ഷിക്കപ്പെടുമെന്ന് കലാമിന് ഉറപ്പുണ്ടായിരുന്നു, അല്ലേ? അതുകൊണ്ട് തന്നെ ആരോപണം അവൻ സഹിക്കുകയാണ്. അഭാവോ മേ രഹ്നെ പർ ഭി കലാം ദോസ്തി കോ ബഡാ महत्व देता है. कलाम वहां से चले जाने का निश्चय करता है. वो सीधे दिल्ली चलता है. वहां अपनी चिट्ठी खुद राष्ट्रपति कलाम को देना चाहता है. രാഷ്ട്രപതിക്ക് വേണ്ടി കലാം തയ്യാറാക്കിയ കത്തിൽ എന്തൊക്കെ എഴുതിയിട്ടുണ്ടാവും? കലാമിന്റെ കത്തൊന്ന് തയ്യാറാക്കിയാലോ? കത്തെഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? പത്ര ലിഖ്തേ വക്ത് കിൻ കിൻ ബാത്തോं पर ध्यान देंगे? सुनिए. कहाँ से लिखा यानी स्थान, कब लिखा यानी तारीख, किसको लिखा यानी संबोधन, क्यों लिखा विषय या कलेवर, किसने लिखा. बच्चों, इन बातों को ध्यान में रखकर पत्र का एक नमूना लिखें. स्थान, तारीख. आदरणीय कलाम जी, मेरा नाम छोटू है. यहाँ एक चाय की दुकान में काम करता हूँ. मैंने टीवी पर आपका भाषण सुना. कितना अच्छा भाषण. मैं बहुत प्रभावित हो गया. यहाँ कुछ लोग मुझे कलाम नाम से ही पुकारता है. मैं भी आपकी तरह बनना चाहता हूँ. मैं स्कूल जाकर पढ़ना चाहता हूँ. आपसे मिलना मेरी सबसे बड़ी इच्छा है. आपका हस्ताक्षर छोटू उर्फ कलाम. सेवा में महामहिम राष्ट्रपति, राष्ट्रपति भवन, नई दिल्ली. दिल्ली के रास्ते में उसे कई मुश्किलों का सामना करना पड़ता है, लेकिन अंत में कलाम को अपनी मंजिल मिलती है. यानी उसे स्कूल जाने का अवसर मिलता है. സ്കൂളിൽ ചേർന്ന് പഠിക്കാനുള്ള ചോട്ടുവിന്റെ ആഗ്രഹം സഫലമാകുന്നതോടെ അയാം കലാം എന്ന സിനിമ അവസാനിക്കുകയാണ്. കൂട്ടുകാരെ,
ഈ പാഠത്തിലെ വിവിധ സന്ദർഭങ്ങളെ ആസ്പദമാക്കിക്കൊണ്ട് ബാത്ചീത്ത്, ഡയറി, ചിട്ടി, ടിപ്പണി തുടങ്ങിയ ചോദ്യങ്ങൾ ചോദിക്കാം. ഇനി നമുക്ക് പാഠഭാഗത്തെ ആസ്പദമാക്കിയുള്ള ഒരു ചോദ്യ മാതൃക പരിചയപ്പെട്ടാലോ? പാഠത്തിൽ നിന്നും ചോദ്യങ്ങൾക്ക് സാധ്യതയുള്ള ഒരു ഭാഗം ചോദ്യപേപ്പറിൽ തന്നിട്ടുണ്ടാവും. ഇനി ആ ഭാഗവുമായി ബന്ധപ്പെട്ട പല ചോദ്യങ്ങളുണ്ടാവും. പാഠഭാഗം നന്നായി വായിച്ചു മനസ്സിലാക്കണം. എന്നാലേ എളുപ്പത്തിൽ ഉത്തരം എഴുതാൻ സാധിക്കൂ. ഒരു ഉദാഹരണം കേട്ടുനോക്കൂ. कहानी आयाम कलाम के बहाने का ये अंश पढ़ें और प्रश्न के उत्तर लिखें. पाठ का अंश ये है. सुनिए. वो तय करता है कि वो अपनी चिट्ठी सीधे अपने हमनाम डॉक्टर कलाम को दिल्ली जाकर खुद देगा और वो अकेला ही निकल पड़ता है. रास्ते में मुश्किलें हैं, लेकिन कथा के अंत में कलाम को अपनी मंजिल मिलती है. ഈ സന്ദർഭത്തെ ആസ്പദമാക്കി 1-2 മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആകാം. യഹാ ഹം നാം ശബ്ദ കാ മത്ലബ് ക്യാ ഹൈ? ഈ ചോദ്യത്തിന് നൽകിയിരിക്കുന്ന ഓപ്ഷൻസ് പരിശോധിച്ചു നോക്കൂ. അലഗ് നാം വാല, ഉപ് നാം വാല, സമാൻ നാം വാല, സാധാരൺ നാം വാല. ഇതിലേതാണ് ശരിയായ ഉത്തരം? ഇതിലേതാണ് ഹംനാം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്? ഹാ, ठीक है, സമാൻ നാം വാല. ഹം നാം മാനെ സമാൻ നാം വാല. ഇനി മറ്റൊരു ചോദ്യം കൂടി പരിചയപ്പെടാം. कौन दिल्ली जाकर डॉक्टर कलाम को चिट्ठी देना चाहता है? എന്താണ് ഈ ചോദ്യത്തിനുള്ള ഓപ്ഷനുകൾ എന്ന് നോക്കൂ. ഭാട്ടീസ, ലൂസി മാഡം, രൺവിജയ്, ഛോട്ടു. ഇതിന്റെ ശരിയായ ഓപ്ഷൻ കണ്ടെത്താൻ പ്രയാസമില്ലല്ലോ. ഉത്തർ ക്യാ ഹേ? ഹാ, ബിൽക്കുൽ സഹി, ഛോട്ടു. ഇനി ഈ പാരഗ്രാഫിനോട് ബന്ധപ്പെടുത്തി കണ്ടെത്താവുന്ന ഒരു ചോദ്യം കൂടി നോക്കാം. अंत में कलाम को अपनी मंजिल मिलती है. कलाम की मंजिल क्या थी? എന്താണ് ഇതിന്റെ ഉത്തരം? कलाम की मंजिल ये थी कि स्कूल जाकर पढ़ना और राष्ट्रपति कलाम जैसा बनना. ശരിയല്ലേ? ഈ സന്ദർഭവുമായി ബന്ധപ്പെട്ട ചോട്ടുവിന്റെ ഒരു കത്ത് നാം നേരത്തെ പരിചയപ്പെട്ടല്ലോ. അത് ചോദ്യരൂപത്തിൽ വരികയാണെങ്കിൽ എങ്ങനെയായിരിക്കുമെന്ന് ശ്രദ്ധിക്കൂ. अपने पत्र में छोटू ने क्या क्या बताया होगा? डॉक्टर कलाम के नाम छोटू का पत्र कल्पना करके लिखे. പരീക്ഷയ്ക്ക് വിവിധ സന്ദർഭങ്ങളുമായി ബന്ധപ്പെടുത്തി പോസ്റ്റർ തയ്യാറാക്കാനുള്ള ചോദ്യവും ഉണ്ടാകാറുണ്ട്. പോസ്റ്റർ തയ്യാറാക്കുമ്പോൾ എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? അതെ, പോസ്റ്റർ ആകർഷക് ഹോ, വാക്യ സംക്ഷിപ്ത് ഹോ, विषय का ठीक संप्रेषण हो. एक बार और सुनिए. पोस्टर आकर्षक हो, वाक्य संक्षिप्त हो, विषय का ठीक संप्रेषण हो. ഇനി നമുക്ക് ഈ പാഠത്തിലെ ഒരു സന്ദർഭത്തെ അടിസ്ഥാനമാക്കി ഒരു പോസ്റ്റർ തയ്യാറാക്കിയാലോ? ചോദ്യം ഇങ്ങനെയാണ്. പ്രഗതി ഫിലിം ക്ലബ് ചെന്നൈ के वार्षिक समारोह में आयाम कलाम फिल्म का प्रदर्शन होने वाला है. इसके लिए एक पोस्टर तैयार करें. प्रश्न एक बार और सुनिए. प्रगति फिल्म क्लब चेन्नई के वार्षिक समारोह में आयाम कलाम फिल्म का प्रदर्शन होने वाला है. इसके लिए एक पोस्टर तैयार करें. ഇനി ഈ പോസ്റ്റർ തയ്യാറാക്കാൻ ഉപയോഗിക്കാവുന്ന വാക്യാംശങ്ങൾ കേട്ടാലോ? ശ്രദ്ധിക്കൂ. प्रगति फिल्म क्लब चेन्नई वार्षिक समारोह 14 मार्च 2021 रविवार. फिल्म प्रदर्शन मुफ्त. आयाम कलाम नील माधव पांडा. शाम को 4 बजे गोकुलम थिएटर चेन्नई. आइए आस्वादन करें. सबका स्वागत. മനോഹരമായ ഒരു പോസ്റ്റർ ഈ ചോദ്യത്തെ ആസ്പദമാക്കി കൂട്ടുകാർ തയ്യാറാക്കുമല്ലോ. ഇപ്പോൾ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്
കൈറ്റ് വിക്ടേഴ്സ് തയ്യാറാക്കിയ ഫസ്റ്റ് ബെൽ ഫോക്കസ് ഏരിയയെ അധികരിച്ചുള്ള ഓഡിയോ ക്ലാസ്. ഇനി അവസാന പാഠത്തിലേക്ക് കടന്നാലോ? കുട്ടികളെ, നമ്മളെല്ലാവരും ചാർലി ചാപ്ലിൻ എന്ന വ്യക്തിയെക്കുറിച്ച് കേട്ടിട്ടുണ്ട്. चार्ली चैपलिन कौन थे? चार्ली चैपलिन विश्व के बड़े हॉलीवुड कलाकारों में एक थे. वे हास्य अभिनेता, फिल्म निदेशक, संगीतज्ञ, फिल्म निर्माता आदि के रूप में मशहूर थे. നമ്മുടെ സബ്സെ ബഡാ ഷോമാൻ എന്ന പാഠം ചാർലി ചാപ്ലിന്റെ കലാരംഗത്തുള്ള കടന്നുവരവിനെ സൂചിപ്പിക്കുന്നു. गीत चतुर्वेदी द्वारा रचित चार्ली चैपलिन की जीवनी का एक भाग है सबसे बड़ा शोमैन. പാഠത്തിലേക്ക് കടക്കാം. चार्ली की माँ एक मशहूर गायिका थी. एक बार वो स्टेज पर गा रही थी. गाते गाते अचानक माँ की आवाज फटकर फुसफुसाहट में तब्दील हो गई. तब लोग चिल्लाने लगे. ഈ ബഹളം കാരണം അമ്മയ്ക്ക് സ്റ്റേജിൽ നിന്നും മാറേണ്ടി വന്നു. തബ് മാനേജർ ने क्या किया? हाँ, मैनेजर चार्ली को स्टेज पर लाया. क्यों मैनेजर ने ऐसा किया? मैनेजर ने चार्ली को मां के कुछ दोस्तों के सामने अभिनय करते देखा था. ഒടുവിൽ മാനേജറുടെ നിർബന്ധത്തിനു വഴങ്ങി അമ്മ വെറും 5 വയസ്സുള്ള ചാർലിയെ സ്റ്റേജിൽ കയറാൻ അനുവദിക്കുന്നു. ചാർലി തുടർന്ന് എന്താണ് ചെയ്തത്? മഷഹൂർ ഗീത് ജാക്ക് ജോൺസ് ഗാന शुरू किया. ദർശകോं को कैसे लगा? ദർശകോं को बहुत पसंद आया. അതുകൊണ്ടല്ലേ സ്റ്റേജിൽ ധാരാളമായി പൈസ വീണുകൊണ്ടിരുന്നത്. तब मासूम चार्ली ने क्या किया? चार्ली गाना रोककर पैसे बटोरने लगा. चार्ली की मासूमियत पर लोग आकर्षित हुए. हॉल हंसी घर बन गया. പാട്ട് നിർത്തിയിട്ട് സ്റ്റേജിൽ നിന്നും പൈസ വാരിയെടുക്കുന്ന ചാർലിയുടെ നിഷ്കളങ്കമായ ചലനങ്ങൾ കാഴ്ചക്കാരെ വളരെയധികം ആകർഷിച്ചു. ആളുകൾ ചിരിക്കാൻ തുടങ്ങി. मैनेजर रुमाल लेकर पैसा बटोरने आया तो चार्ली व्याकुल हो गया. उसने ये बात शिकायती लहजे में दर्शकों से कह दी. तब क्या हुआ? लोगों की हंसी और बढ़ गई. മാനേജർ തൂവാലയുമായി വന്ന് പൈസ എടുക്കുന്നത് കണ്ടപ്പോൾ ചാർലി കാഴ്ചക്കാരോട് പരാതിപ്പെട്ടു. വളരെ നിഷ്കളങ്കമായി. വീണ്ടും സ്റ്റേജിൽ ചിരി മുഴങ്ങി. മാനേജർ പൈസ അമ്മയെ ഏൽപ്പിച്ചപ്പോൾ മാത്രമാണ് ചാർലിക്ക് സമാധാനമായത്. बाद में क्या हुआ? इसके बाद चार्ली ने दर्शकों से बातचीत की, नृत्य किया, मां सहित कई गायकों की नकल उतारी. പരിപാടി കാണാൻ വന്നവർ കുഞ്ഞു ചാർലിയുടെ കഴിവിനെ വാനോളം പുകഴ്ത്തി. അമ്മ ഉൾപ്പെടെ പലരുടെയും ശബ്ദം അനുകരിക്കാനും ചാർലി മറന്നില്ല. ലോകത്തിലെ ഏറ്റവും വലിയ ഷോമാന്റെ ആദ്യ പ്രകടനമായിരുന്നു അത്. ഈ സംഭവം അടുത്ത ദിവസത്തെ പത്രത്തിൽ വന്നാൽ എങ്ങനെയുണ്ടാകും? ഈ സംഭവത്തെ അടിസ്ഥാനമാക്കി നമുക്കൊരു പത്രവാർത്ത തയ്യാറാക്കിയാലോ? സുനിയേ. पहले शीर्षक देना चाहिए. मां के बदले बेटे का शो. यही है शीर्षक. शीर्षक क्या है? मां के बदले बेटे का शो. और ये घटना कहाँ हुई है? लंदन में. स्थान का जिक्र होना चाहिए. लंदन. അപ്പോ ആദ്യം ശീർഷക് തലക്കെട്ട് കൊടുക്കണം. പിന്നീട് ആ സംഭവം എവിടെയാണ് നടന്നതെന്ന് സൂചിപ്പിക്കുകയും വേണം. ഒന്നുകൂടെ ശ്രദ്ധിച്ച് കേട്ടുള്ളൂ. മാं के बदले बेटे का शो. लंदन. 5 साल का बच्चा चार्ली स्टेज में चमत्कार बन गया. कल लंदन के प्रसिद्ध थिएटर में मशहूर गायिका हन्ना चैपलिन गा रही थी. अचानक उसकी आवाज फुसफुसाहट में तब्दील हो गई. दर्शकों की चिल्लाहट से बचने के लिए मैनेजर चार्ली को स्टेज पर लाया.
स्टेज में आकर चार्ली ने मशहूर गीत जैक जोन्स गाया। स्टेज पर पैसों की बौछार हुई। बाद में उसने दर्शकों से बातचीत की, नृत्य किया और अपनी मां सहित कई गायकों की नकल उतारी। दर्शक उसकी मासूमियत पर ആകർഷിत हो गए और उन्होंने मां की भी तारीफ की. ഇനി നമുക്ക് ഈ പാഠഭാഗത്തിലെ ഒരു സന്ദർഭം പരിചയപ്പെടാം. मां और मैनेजर में बहस होते देख वो वहां आया. मैनेजर ने चार्ली को मां के कुछ दोस्तों के सामने अभिनय करते देखा था और उसे स्टेज पर भेजने की जिद करने लगा. मां डर गई. 5 साल का बच्चा इस उग्र भीड़ को झेल पाएगा? ഈ സന്ദർഭത്തെ ആസ്പദമാക്കിയുള്ള ഏതാനും ചോദ്യങ്ങൾ പരിചയപ്പെട്ടാലോ? मां और मैनेजर में किस विषय पर बहस होने लगी? ऑप्शंस हैं पैसे के संबंध में, चार्ली को स्टेज पर भेजने के संबंध में, आवाज भटने के संबंध में, സ്റ്റേജ് ചോടനെ കെ സംബന്ധ് മേ. കൂട്ടുകാരെ, ഇതിലെ ശരിയായ ഓപ്ഷൻ ഏതാണ്? അതെ, ചാർലി കോ സ്റ്റേജ് പർ ഭേജനെ കെ സംബന്ധ് മേ. അടുത്ത ചോദ്യം നോക്കാം. മാനേജർ ചാർലി കോ സ്റ്റേജ് പർ ഭേജനെ കി ജിദ് ക്യൂ കർത്താ ഹൈ? സ്വന്തമായി ഉത്തരം കണ്ടെത്തേണ്ട ചോദ്യമാണിത്. എന്താകും ഉത്തരം? ഹാ, मैनेजर ने चार्ली को मां के कुछ दोस्तों के सामने अभिनय करते देखा था. ഇനി ഈ സന്ദർഭത്തെ അടിസ്ഥാനമാക്കി ഒരു വാർത്താലാപ് അഥവാ ബാത്ചീത്ത് തയ്യാറാക്കിയാലോ? ചോദ്യം ശ്രദ്ധിക്കൂ. चार्ली को स्टेज पर भेजने के संबंध में मां और मैनेजर के बीच की बातचीत लिखें. കൂട്ടുകാരെ, സംഭാഷണം തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് നേരത്തെ നാം പരിചയപ്പെട്ടിട്ടുണ്ട് അല്ലേ? അതുപോലെ ഇതിനും ഉത്തരം എഴുതാവുന്നതാണ്. അതുപോലെ തന്നെ ഡയറി എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും നേരത്തെ നാം പരിചയപ്പെട്ടു കഴിഞ്ഞു. ഈ പാഠസന്ദർഭത്തിൽ നിന്നും അത്തരമൊരു ചോദ്യം കൂടി നോക്കാം. ഇതിന് നിങ്ങൾ ഉത്തരം എഴുതി നോക്കാൻ മറക്കരുത്. पाठ के इस प्रसंग के आधार पर चार्ली की मां की डायरी तैयार करें. ഇപ്പോൾ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കൈറ്റ് വിക്ടേഴ്സ് തയ്യാറാക്കിയ ഫസ്റ്റ് ബെൽ ഫോക്കസ് ഏരിയയെ അധികരിച്ചുള്ള ഓഡിയോ ക്ലാസ്. കൂട്ടുകാരെ, 2ാം യൂണിറ്റിലെ 2 പാഠഭാഗങ്ങളിലുമുള്ള ഏതാനും പ്രയോഗങ്ങളും അവയുടെ ആശയവുമാണ് ഇനി നമ്മൾ പരിചയപ്പെടുന്നത്. ശ്രദ്ധിച്ചു കേട്ടോളൂ. ബാഞ്ചേ ഖിൽജാന, പ്രസന്ന ഹോന, ദവാ കർന, ചികിത്സ കർന, വാവാഹി കർന, പ്രശംസ കർന, इशारा करना, संकेत करना, हैरान रह जाना, आश्चर्य हो जाना, तब्दील हो जाना, बदल जाना, नकल करना, अनुकरण करना, दिल जीत लेना, आकर्षित करना, नकल उतारना, अनुकरण करना, गुदगुदी फैलाना, उल्लासित करना, तारीफ करना, प्रशंसा करना. കൂട്ടുകാരെ, ഈ പ്രയോഗങ്ങളും അവയുടെ ആശയങ്ങളും നന്നായി ശ്രദ്ധിച്ച് കേട്ട് മനസ്സിലാക്കണം. बच्चों, ऐसे शब्दों पर भी ध्यान देना है जो सर्वनाम और प्रत्यय जोड़ने पर मिलते हैं. സർവനാമവും പ്രത്യയവും ചേർന്ന് വരുന്ന പ്രയോഗങ്ങളും ശ്രദ്ധിക്കേണ്ടതാണ്. ചില ഉദാഹരണങ്ങൾ കേട്ടോളൂ. യഹ് പ്ലസ് നെ, ഇസ്നെ. യഹ് പ്ലസ് കോ, ഇസ്കോ, ഇസേ. वह प्लस से, उससे. वह प्लस का, उसका. ये प्लस ने, इनोमने. वे प्लस ने, उनोमने. मैं प्लस का, मेरा. मैं प्लस को, मुझको या मुझे. अब आप ये वाक्य ध्यान से सुनिए. रवि दूध पीने लगा. रमा दूध पीने लगी. लटके दूध पीने लगे. लटकियां दूध पीने लगी.
ഒന്നുകൂടെ കേട്ടോളൂ. രവി ദൂത് പീനെ ലഗാ, രമ ദൂത് പീനെ ലഗി, ലട്കെ ദൂത് പീനെ ലഗേ, ലട്കിയാ ദൂത് പീനെ ലഗി. കൂട്ടുകാരെ, ലഗ് ഒരു സഹായക്രിയയാണ്. ആരംഭിക്കുക എന്നാണ് ഇതിന് അർത്ഥം ലഭിക്കുക. ലഗ് പ്രധാന ക്രിയയോട് ചേരുമ്പോൾ ക്രിയകൾക്കുണ്ടാകുന്ന രൂപമാറ്റം ശ്രദ്ധിച്ചുവല്ലോ. ഇനി ഈ വാക്യം ഒന്ന് ശ്രദ്ധിക്കൂ. ചാർലി ഗീത് ഗാനെ ലഗ. ഇവിടെ ചാർലിക്ക് പകരം ഹന്ന എന്നായാലോ? തബ് वाक्य में क्या परिवर्तन आएगा? हाँ, बिल्कुल ठीक है. हन्ना गीत गाने लगी. ഇനി മറ്റൊരു വാക്യം നോക്കാം. മാനേജർ पैसे ബട്ടോർനെ ലഗ, ബട്ടോർനെ ലഗി. ഇവിടെ ബ്രാക്കറ്റിൽ കൊടുത്തിരിക്കുന്നവയിൽ ഏതാണ് നമുക്ക് ഉപയോഗിക്കാൻ കഴിയുക? ഹാ, സഹി ഹെ. മാനേജർ पैसे ബട്ടോർനെ ലഗ. ഇവിടെ നമ്മൾ ശ്രദ്ധിച്ച ഒരു കാര്യം എന്താണ്? കർത്താവിന്റെ ലിംഗവചനങ്ങൾക്കനുസരിച്ച് ലഗിന് പരിവർത്തനം വരുന്നു. കൂടാതെ ലഗിന് മുമ്പായിട്ടുള്ള പ്രധാന ക്രിയയോട് ചേർന്ന് നേ ചേർക്കുകയും വേണം. കൂടുതൽ വാക്യങ്ങൾ കണ്ടെത്തി ലഗിന്റെ പ്രയോഗം നന്നായി മനസ്സിലാക്കാൻ ശ്രദ്ധിക്കുമല്ലോ. ഇനി കൂട്ടുകാർ ഈ ടേബിൾ ഒന്ന് ശ്രദ്ധിച്ചു കേൾക്കൂ. ഗോപി ചായ് പീതാ ഹെ, ഗോപിക ചായ് പീती है, राघव कविता सुनेगा, राधिका कविता सुनेगी, लड़के गेंद खेलते हैं, लड़कियां गेंद खेलती हैं, मैं हिंदी पढ़ता हूँ, तुम हिंदी पढ़ते हो, आदमी काम करेंगे, औरतें काम करेंगी. ഈ ടേബിളുമായി ബന്ധപ്പെടുത്തി ചോദിക്കാവുന്ന ഒരു ചോദ്യം ശ്രദ്ധിക്കൂ. ലൂസി മാഡം ചിട്ടി ദേഗി. കലാം എന്തായിരിക്കും ഉത്തരം? ലൂസി മാഡം के स्थान पर कलाम आने पर वाक्य में क्या परिवर्तन आएगा? ലൂസി മാഡത്തിന് പകരം കലാം എന്നായാലോ എന്തായിരിക്കും വാക്യത്തിനുണ്ടാകുന്ന മാറ്റം? ലൂസി മാഡം ചിട്ടി ദേഗി, कलाम चिट्ठी देगा. समझे? लूसी मैडम चिट्ठी देगी, कलाम चिट्ठी देगा. ഇത്തരത്തിലുള്ള വ്യാകരണവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളും പരീക്ഷയ്ക്ക് ചോദിക്കാവുന്നതാണ്. ഇങ്ങനെയുള്ള വ്യാകരണ സംബന്ധമായ ചോദ്യങ്ങൾ കണ്ടെത്തി ഉത്തരം എഴുതാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കണം. കൂടുതൽ ഉദാഹരണങ്ങൾ കണ്ടെത്തി ഇത്തരത്തിലുള്ള വാക്യങ്ങൾ ചെയ്തു പഠിക്കുമല്ലോ. മറ്റൊരു ചോദ്യമാകാം. ചാർലി की माँ स्टेज पर आता है आती है. ശരിയായ ഉത്തരം ഏതാണ്? ചാർലി की माँ स्टेज पर आता है आती है. बहुत अच्छा, ठीक है. चार्ली की माँ स्टेज पर ആത്തി ഹെ. വാക്കുകൾ കൂട്ടിച്ചേർത്ത് വാക്യ പിരമിഡ് ഉണ്ടാക്കുവാനുള്ള ചോദ്യങ്ങളും പരീക്ഷയ്ക്ക് ചോദിക്കാവുന്നതാണ്. ഒരു ഉദാഹരണം നോക്കാം. ബ്രാക്കറ്റിൽ 2 വാക്കുകൾ നൽകിയിട്ടുണ്ട്. ബച്ചേക്ക്, ഛോട്ടെ. ആദ്യത്തെ 2 വാക്യങ്ങളും തന്നിട്ടുണ്ട്. ഏതൊക്കെയാണ്? ലോഗോനെ താരീഫ് കി, കൈ ലോഗോനെ താരീഫ് കി. മൂന്നാമത്തെ സെന്റൻസ് എന്താകാം? മൂന്നാമത്തെ വാക്യം എന്താകാം? കൈ ലോഗോനെ ബച്ചേക്ക് താരീഫ് കി. എന്താണ്? കൈ ലോഗോനെ ബച്ചേക്ക് താരീഫ് കി. അവസാനത്തെ വാക്യം എന്താകാം? കൈ ലോഗോനെ ഛോട്ടെ ബച്ചേക്ക് താരീഫ് കി. അപ്പോൾ 4 വാക്യങ്ങളും ഒന്നുകൂടി കേട്ടാലോ. ലോഗോനെ താരീഫ് കി, कई लोगों ने तारीफ की, कई लोगों ने बच्चे की तारीफ की,
കൈ ലോഗോനെ ചോട്ടെ ബച്ചേ കി താരിഫ് കി. പഠിക്കുമല്ലോ, വാക്യ പിരമിഡുകളും തയ്യാറാക്കി പഠിക്കുമല്ലോ. അടുത്തതായി ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യം, വിശേഷൺ ശബ്ദ പെഹച്ചാനെ. ഒരു വാക്യാംശ് തന്നിട്ട് അതിൽ നിന്നും വിശേഷൺ ശബ്ദ മനസ്സിലാക്കി തിരിച്ചറിഞ്ഞ് എടുത്തെഴുതുക എന്നതാണ് മറ്റൊരു ചോദ്യം. ഉദാഹരണത്തിന്, പ്രഥം പുരസ്കാർ, इसमें विशेषण शब्द क्या है? हाँ, सही है, प्रथम. और एक उदाहरण सुने, मशहूर गीत, इसमें विशेषण शब्द क्या है? हाँ, बिल्कुल सही, मशहूर. और नीली यूनिफॉर्म में नीली विशेषण शब्द है. बुरा दिन में बुरा विशेषण शब्द है. കൂട്ടുകാരെ, ഫോക്കസ് ഏരിയയിലെ 5 പാഠങ്ങളും നമ്മൾ കടന്നു വന്നിരിക്കുകയാണ്. പ്രധാനപ്പെട്ട എല്ലാ ചോദ്യങ്ങളും നിങ്ങൾ പരിചയപ്പെട്ടു കഴിഞ്ഞു. ഇനി എന്താ വേണ്ടത്? ഈ ചോദ്യങ്ങളെല്ലാം വീണ്ടും വീണ്ടും പരിശോധിച്ച് പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറാവുക. പ്രിയമുള്ള കൂട്ടുകാരെ, നിങ്ങളൊരു പൊതുപരീക്ഷയെ അഭിമുഖീകരിക്കാൻ ഒരുങ്ങിയാണല്ലോ. പരീക്ഷയിൽ മികച്ച വിജയം കരസ്ഥമാക്കാൻ ഇന്നത്തെ ക്ലാസ് നിങ്ങളെ തീർച്ചയായും സഹായിക്കും. നമ്മളെ വെല്ലുവിളിച്ച ഒരു മഹാമാരിയെ ധീരമായി നേരിട്ട നമുക്ക് ഈ SSLC പരീക്ഷയെ നിഷ്പ്രയാസം അതിജീവിക്കാൻ കഴിയില്ലേ? നിങ്ങൾ നന്നായി പഠിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇനി ആത്മവിശ്വാസത്തോടെ പരീക്ഷയെ സമീപിക്കുക. ഉന്നതമായ വിജയം തീർച്ചയായും ഉണ്ടാവും. എല്ലാ കൊച്ചുകൂട്ടുകാർക്കും ഹൃദയം നിറഞ്ഞ വിജയാശംസകൾ. സഭീ കോ ജീത് കി ശുഭകാമനായേ. ധന്യവാദ്. ഇപ്പോൾ നിങ്ങൾ കേട്ടത് ഫോക്കസ് ഏരിയയെ അധികരിച്ചുള്ള കൈറ്റ് വിക്ടേഴ്സ് തയ്യാറാക്കിയ ഫസ്റ്റ് ബെൽ ഓഡിയോ ക്ലാസ്.